വ്യക്തമാണ് ഡോക്ടർ. മോണരോഗങ്ങൾ തടഞ്ഞ് മോണയുടെ ആരോഗ്യം നമുക്കെങ്ങനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും? അതിന് പ്രധാനമായി വേണ്ടത് ദിവസവും രണ്ട് നേരവും സോഫ്റ്റ് ബ്രഷും ശരിയായ രീതിയിലും ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പല്ലുകൾക്കിടയിലുള്ള അഴുക്ക് നമ്മൾ ഫ്ലോസോ ഡെൻ്റൽ ബ്രഷോ ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. പിന്നെ ഈ മോണരോഗത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം തന്നെ മോണയിൽ നിന്നുള്ള രക്തസ്രാവമാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആദ്യത്തെ എയർലിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഒരു ഡെൻറ്റിസ്റ്റിനെ ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മൾ കണ്ടിരിക്കണം. ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. പച്ചക്കറികൾ, ഇലക്കറികൾ, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ കൊഴുപ്പടങ്ങിയ മത്സ്യാഹാരം, ഇവയെല്ലാം അതിലുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ മോണരോഗം തടയാൻ വളരെ ഉത്തമമാണെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോണയിൽ മസാജ് കൊടുക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ പുകവലി പാടെ ഒഴിവാക്കുക. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മോണരോഗം നമുക്ക് തടയാൻ സാധിക്കും. ഡോക്ടർ ഇപ്പോൾ മോണയിൽ രക്തത്തിൻ്റെ അംശം കണ്ടുവരുന്നതിനെ പറ്റി സൂചിപ്പിച്ചു. പ്രധാനമായും അത്തരത്തിൽ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കട്ടിയുള്ള പദാർത്ഥങ്ങൾ കടിക്കുമ്പോഴോ ഒക്കെ രക്തം വരുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? മോണരോഗം തന്നെയാണ് രക്തം വരാനുള്ള പ്രധാന കാരണം. മോണരോഗം ബാധിക്കുമ്പോൾ നമ്മുടെ മോണയിൽ സൂക്ഷ്മമായ ചില വ്രണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ പെടില്ല. അത്രയും സൂക്ഷ്മമായ വ്രണങ്ങളിൽ നിന്നാണ് ബ്രഷ് തട്ടുമ്പോഴത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഇനി ഈ മോണരോഗം മാത്രമല്ലാതെ വേറെ പല അസുഖങ്ങളും നമുക്ക് മോണയിൽ നിന്ന് ബ്ലീഡിങ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി, പിന്നെ ഹീമോഫീലിയ പോലുള്ള ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ്, പിന്നെ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കഴിക്കുന്ന ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് ഉണ്ട്. അതായത് എക്കോസ്പിരിൻ, ക്ലോപ്ലേറ്റ്, ഇതൊക്കെ കഴിക്കുന്നവർക്കും മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരുപാട് അമർത്തി നമ്മൾ ബ്രഷ് ചെയ്യുകയാണെന്നെങ്കിൽ നോർമൽ മോണയിൽ നിന്നും ബ്ലഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വ്യക്തമാണ് ഡോക്ടർ. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് മോണയിൽ വേദന വരാം? മോണയിൽ വേദന വരാനായിട്ടുള്ള സാധാരണ രീതിയിൽ ഈ മോണരോഗം അത്ര വേദനാജനകമല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയങ്ങളിൽ രോഗികൾ ചികിത്സ തേടാറില്ല. വേദന ഇല്ലാത്തത് കൊണ്ട് അവരതങ്ങനെ വെച്ചുകൊണ്ടിരിക്കാറാണ് പതിവ്. പല്ല് ആടി തുടങ്ങുമ്പോഴാണ് നമ്മളടുത്ത് വരുന്നത് പൊതുവെ. വേദന വരുന്ന തരം മോണരോഗങ്ങളുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ മോണയിൽ പഴുപ്പ് കെട്ടിക്കിടക്കുക, ആ അവസ്ഥയിൽ നല്ല വേദന ഉണ്ടാകും. പിന്നെ മോണ ജീർണിച്ച് പോകുന്ന തരം അസുഖങ്ങൾ, പിന്നെ കൃത്യമായി മുളച്ച് വരാത്ത പല്ലുകളുടെ മുകളിലുള്ള മോണ ഇൻഫെക്ഷൻ ആവുക, അപ്പം ഉണ്ടാകുന്ന വേദന, പിന്നെ ഹെർപ്പസ് വൈറസ് കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്ന വേദന, പിന്നെ നമ്മുടെ ആഫ്റ്റർ സൾസർ പോലുള്ള വ്രണങ്ങൾ, ടൂത്ത് ബ്രഷ് കൊണ്ട് മുറിഞ്ഞ വ്രണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നല്ല വേദന വരാറുണ്ട് മോണയിൽ നിന്ന്.